അതെ. അതെ. ഇപ്പോൾ ലക്ഷക്കണക്കിന് കുട്ടികളുടെ കഷ്ടപ്പാടും അവരുടെ ഫാമിലീസിന്റെ സ്വപ്നമാണ് പരീക്ഷാ ഫലത്തിന് പിന്നിലുള്ളത്. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുണ്ടാകുന്ന പരീക്ഷാ ക്രമക്കേടുകളും പേപ്പർ ചോർച്ചയും നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ തന്നെയാണ് ചോദ്യം ചെയ്യുന്നത്. ഇപ്പൊ നടക്കുന്ന ജെൻസി പ്രൊട്ടസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും. നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടുകൾ അതാണ് ഇപ്പൊ നടക്കുന്നത്. അത് ഈ സ്റ്റുഡൻസിന് എത്രത്തോളം വായിച്ചിട്ടുണ്ടാവും എന്നത് എല്ലാവർക്കും അറിയായിരിക്കും. അവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്നത് എല്ലാവർക്കും ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഇത് ഡൽഹി മുതൽ കേരളം വരെ വിദ്യാർത്ഥികളും യുവജനങ്ങളും സമൂഹത്തിൽ, അതായത് തെരുവിലിറങ്ങി സമരം ചെയ്യാൻ കാരണം ഇത്തരം നിരുത്തരവാദപരമായ സമീപനങ്ങൾക്കെതിരെ കൃത്യമായ മറുപടി കൊടുക്കണം എന്നുള്ളത് കൊണ്ടാണ്, അല്ലെ? എല്ലാവർക്കും അറിയാം. അപ്പോൾ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിയും പരീക്ഷാ സംവിധാനങ്ങളിൽ സുതാര്യതയും ഉറപ്പുവരുത്തേണ്ടത് ഒരു രാജ്യത്തിന്റെ ആവശ്യമാണ്. നമ്മുടെ ആവശ്യമാണ്. നമ്മളൊരു പൗരൻ എന്ന നിലയിൽ അത് നമ്മൾ ഉറപ്പുവരുത്തണം. കൺമുന്നിൽ അനീതിക്ക് നേരെ കണ്ണടച്ച് കാണാപ്പുറത്ത് ഭരണത്തിന് ഒരു പക്ഷമുണ്ടെന്ന് വരുത്തി തീർക്കുന്ന വിദ്യാർത്ഥികളുടെ സ്വകാര്യ ഭാഗത്ത് പോലും നീളുന്ന ലാത്തികൾ കണ്ടില്ലെന്ന് നടിക്കാൻ നമുക്കൊരു പൗരൻ എന്ന നിലയിൽ നമുക്കാവില്ല, അല്ലെ? അങ്ങനെ കുറെ പേരുണ്ടാവും, കാണാത്ത പോലെ നടിക്കുന്ന കുറെ പേരുണ്ടാവുമായിരിക്കും. പക്ഷെ നമുക്ക് ഒരു സ്വാർത്ഥ മനോഭാവം ഇല്ലാത്തവർക്ക് അങ്ങനെ പറ്റുമെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ സംഘടനയോ മറ്റോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമല്ല. ഇത് നമ്മുടെ സ്റ്റുഡൻസിന്റെ ഫ്യൂച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നീതിക്ക് വേണ്ടിയും അവകാശങ്ങൾക്ക് വേണ്ടിയും ശബ്ദമുയർത്താൻ ഓരോ പൗരനും ഭരണഘടന നൽകുന്ന ഒരു അവകാശമുണ്ട്. അപ്പൊ അതിനെതിരെ പ്രതിഷേധിക്കാൻ നമുക്ക് കഴിയണം. അതായത് തെറ്റുകൾക്കെതിരെ പ്രതിഷേധിക്കാൻ അത് നമ്മളുടെ ആവശ്യമാണ്. അപ്പോൾ പ്രതിഷേധങ്ങൾ നടക്കുമ്പോൾ പബ്ലിക്കിന് ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കാനും നമുക്കതൊരു അക്രമങ്ങളിലേക്ക് കൊണ്ടുപോകാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനിയെങ്കിലും ഈ സ്റ്റുഡൻസിന്റെ, അവരാണ് നമ്മളുടെ ഭാവി. അപ്പൊ അവരുടെ ഭാവി കാക്കാൻ നമ്മൾ ഇനിയെങ്കിലും ശ്രദ്ധിക്കണം. അപ്പൊ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യണം. അപ്പൊ ഓക്കെ, എന്റെ അഭിപ്രായം ഇതൊക്കെയാണ്. ഇതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പൊ ഓക്കെ, അത്രയേ ഉള്ളൂ. ബൈ.